പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാ സകലേശായ ദിവ്യാനുഗ്രഹമേകണമേ. നരരീക്ഷകനായ മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാ സകലേശായ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാത്രീത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധി വിരിയും പാദകളിൽ ചരിച്ചു നാഥനു സാമോദം നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തിൻ ഭൂഷിതമാതിരുമാതൃകയായി കുരിശിൻ പാദപുണർന്നവനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിരുമല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യകിരീടമണിഞ്ഞവനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വെൺമലരേ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവും അതിനുടെ ആശകളും ധീരതയാർന്നു വിരിഞ്ഞവനേ വിനയത്തിൻ തിരുമാതൃകയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹനദീപം നീ, ധരയുടെ ശാശ്വത ലവണം നീ, മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി മാഞ്ഞു കിരീടമണിഞ്ഞവനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗ്ഗതലത്തു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവനേ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ
ശാരീരികമായ ലാവരങ്ങളാലും പരിശുദ്ധ കന്യാമരത്തെ അലങ്കരിച്ച ദൈവമേ, അകന്യയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മറിയോസെഫിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ബലിമേൽക്കപ്പെട്ടിരുന്ന ഒരു വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കൾ തീക്ഷണമുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ ദേവനായ ലയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്കും മറ്റെല്ലാ അഭിമന്യ മെത്രാന്മാർക്കും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികമെല്ലാ സഹായങ്ങളും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും പ്രത്യേകിച്ച് വിൻസെന്റ് പോൾ സംഘടനയെയും അങ്ങയുടെ മാധ്യസ്ഥത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. ലോകത്തിൻ വഴികളിലുഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള പൂവനിയിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ, മാമലമേലുയരും നഗരം നീ, മോഹനമാ നിർമ്മല ദീപം നീ, ധരയിന്മേൽ മർത്തിനു മാതൃക നീ, വിനയമോടെ വന്ദനമരുളുന്നു. അത്ഭുതകരമായ വരങ്ങളെ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തെളിവുമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ സുഹൃത്തുക്കളെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിൽ യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വരായ എന്നേക്കും ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരോ തീർന്നിടോ നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധ വിൻസെന്റ് പോളിനെ ഇന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്നു. വിശുദ്ധനെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഓർമ്മ ദിനത്തിൽ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. യോഗ്യനാരൂഴിയിൽ നാദാ നിന്റെ ഗേഹത്തിനുള്ളിൽ വസിക്കാം. യോഗ്യനായൂഴിയിൽ നാദാ നിന്റെ മുറ്റത്തു കാലുകൾ കുത്താൻ. യോഗ്യനാരൂഴിയിൽ നാദാ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെന്നും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനെന്നും കടപ്പെട്ടവരാകുന്നു.
സകലത്തിൻ്റെയും നാഥായി എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശു, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 26-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അന്ന് യൂദാദേശത്ത് ഈ കീർത്തനം ആലപിക്കും. നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട്. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെ ഇറക്കി. അതിനെ നിലം പറ്റെ നശിപ്പിച്ച് പൊടിയിലാഴ്ത്തി. ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടി മെതിക്കുന്നു. നീതിമാന്റെ മാർഗം നിരപ്പുള്ളതാണ്, അവിടുന്ന് അതിനെ മിനുസമുള്ളതാക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തിൻ്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം. രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുവാൻ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു. ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാൽ അവൻ നീതി അഭ്യസിക്കുകയില്ല. സത്യസന്ധതയുടെ ദേശത്ത് അവൻ വക്രത കാണിക്കുന്നു. അവൻ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുന്നില്ല. കർത്താവെ, അങ്ങ് കരമുയർത്തിയിരിക്കുന്നെങ്കിലും അവർ അത് കാണുന്നില്ല. അങ്ങയുടെ ജനത്തിന് വേണ്ടിയുള്ള അവിടുത്തെ തീഷ്ണത കണ്ട് അവർ ലജ്ജിക്കട്ടെ. അങ്ങയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അഗ്നി അവരെ ദഹിപ്പിച്ച് കളയട്ടെ. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ലേഖനത്തിൽ നിന്ന് നാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച്
നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ട്യാ താരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും സ്വീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവവചനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവവചനമേ. ഇത് ജീവൻ നൽകും വചനം, ദൈവവചനം. ഇത് ജീവൻ നൽകും വചനം, ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവിനെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജന്മാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, എൻ്റെ ഇടവക ജനമേ, ഇത് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെ. അതേ സുവിശേഷ ഭാഗം തന്നെ നമ്മൾ കാണുന്നുണ്ട് മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെ. എന്താണ് ഈ സുവിശേഷത്തിന്റെ സാരാംശം? ഒരു വ്യക്തിയുടെ വിശ്വാസം കണ്ടുകൊണ്ട് ഇതാ മറ്റൊരു വ്യക്തി സൗഖ്യം പ്രാപിക്കുന്നു. ഇനി ഇന്ന് പറയുന്ന വിശ്വാസമുള്ള വ്യക്തി എവിടെ നിന്നുള്ളതാണ്? കാനാൻ ദേശത്തു നിന്നുള്ള വ്യക്തിയാണെന്നാ പറയുന്നത്, അല്ലെ? കാനാൻ ദേശം എന്ന് പറയുന്നത്, ആ കാനാൻ എന്ന വാക്കിന് അർത്ഥം എന്താ? ഇന്ന് ലോഗോസ് ക്വിസിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പഠിച്ചിരിക്കുകയാണ്. അച്ഛാ, മറ്റു ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളുടെ പഠനത്തിന്റെ ആ സ്ട്രീം തെറ്റിക്കരുത്, അല്ലേ? തീഷ്ണത എന്ന വാക്കിനർത്ഥം തീഷ്ണത, കാനാൻ എന്ന വാക്കിനർത്ഥം തീഷ്ണത എന്ന. അപ്പൊ ആ തീഷ്ണതയോടാണ് ഈ അമ്മ ഈശോയുടെ അടുത്തേക്ക് കടന്നു വരണം, അല്ലേ? ഇനി അമ്മയ്ക്കുണ്ടായ ബോധ്യം എന്തായിരുന്നു അമ്മയ്ക്കുണ്ടായ ബോധ്യം? എന്റെ മകളെ പിശാച് ബാധിച്ചിരിക്കും.
അമ്മയ്ക്കുള്ള ആ തിരിച്ചറിവുണ്ടായിരുന്നു. ആ തിരിച്ചറിവുണ്ടാവുകയും അമ്മ അത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ ചെയ്തത്? തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ച മാതാപിതാക്കൾ വേദനിക്കും. എനിക്കും ഉണ്ട് അപ്പനും അമ്മയും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതൊന്നല്ല. ഞാൻ ഈ മണ്ണിന്റെ മകൻ തന്നെയാണ്, മാതാപിതാക്കളുടെ മകൻ തന്നെയാണ്. ഇരിക്കുന്ന പോലത്തെ അപ്പനും അമ്മയും എനിക്കുണ്ട്. അപ്പോ ഈ കൊച്ചിന്റെ വേദന കണ്ടുകൊണ്ട് ഈ കൊച്ചിന്റെ അമ്മ തീരുമാനിക്കുകയാണ്, ഈശോയുടെ അടുത്തേക്ക് കടന്നു ചെന്നാൽ ഇതിനൊരു പ്രതിവിധിയുണ്ട് എന്ന്. അപ്പൊ അമ്മയ്ക്ക് ബോധ്യമുണ്ട്, പിശാച് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ അകത്ത് പ്രവേശിക്കുന്നവനാണ് പിശാച്. എന്നാൽ ഈശോ മര്യാദക്കാരനാണ്. ഈശോ എന്താ പറയുന്നേ? ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നു കഴിഞ്ഞാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. അങ്ങനെയല്ല ഈശോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കള്ളനെ പോലെ കയറി വരുന്നാണോ പറഞ്ഞേക്കണേ? ഈശോ നമ്മോട് പറയുക, ആ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ആരാണോ നിന്റെ ഹൃദയം എനിക്കായി തുറക്കുന്നത്, ആ ഹൃദയത്തിലേക്കാ ഞാൻ കടന്നു വരികയുള്ളൂ, അല്ലേ? ഈശോ നിർബന്ധമായിട്ട് വിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. ആരാണോ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്ന ആ നാവിൻ തുമ്പത്തെ ഈശോ വരുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്തിനാ പള്ളി വരണേ? നമുക്ക് വീട്ടിലിരുന്നാ പോരെ? അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ദേവാലയത്തിന്റെ അകത്ത് പ്രവേശിച്ച് ബലിയർപ്പിക്കുന്ന ഈ പള്ളിയുടെ ഏതെങ്കിലും കോമ്പൗണ്ടിൽ നിന്നാ പോരെ? നമ്മൾ എന്തുകൊണ്ടാ ദേവാലയത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ബലിയർപ്പിച്ച്, അല്ലെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതുകൊണ്ടാ? എന്റെ ഉള്ളിലേക്ക് ഈശോ വരണം, ഒരാഗ്രഹമില്ലേ? അതുപോലെ ഈ ഒരു അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ മോളെ പിശാച് പിടിച്ചിരിക്കുകയാണ്, ഈശോയുടെ അടുത്ത് ചെന്നാല് ഒരു പ്രതിവിധി ഉണ്ടാവും എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് അമ്മ ഈശോയുടെ അടുത്തേക്ക് ചെന്നത്. അമ്മയുടെ വിശ്വാസം കണ്ടുകൊണ്ടാണ് ഈശോ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത്, ആ മകളിൽ നിന്ന് പിശാച് വിട്ടുപോകുന്നത്. അപ്പൊ നോക്കുക, നമ്മുടെ വിശ്വാസം അതുപോലെ ആഴമുള്ള ഒരു വിശ്വാസമാകണം. ഈശോയുടെ പക്കലേക്ക് കടന്നു വരണം, ദേവാലയത്തിലേക്ക് കടന്നു വരണം, വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരണം, വിശുദ്ധമായ കുമ്പസാരത്തിലേക്ക് കടന്നു വരണം. കൂദാശയിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരണമെന്നാണ് ഇന്നത്തെ തിരുവചനത്തിലെ ആ കാനാൻകാരി നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മുടെ മുൻപിൽ ജീവിച്ച് നമ്മുടെ മുൻപിൽ ഇന്ന് ഇവിടെയുണ്ട് വിശുദ്ധ വിൻസെന്റ് ഡി പോൾ, അല്ലേ? വിൻസെന്റ് ഡി പോളിനെ കുറിച്ച് അറിയാത്തവരാരുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിൻസെന്റ് ഡി പോൾ എന്ന് കേൾക്കുമ്പോൾ ഞായറാഴ്ച അപ്പൻ പോകുന്ന വിൻസെന്റ് ഡി പോളുടെ സംഘടന മാത്രമായിരുന്നു ആദ്യത്തെ പരിചയം. പിന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു വിൻസെൻഷൻ അച്ഛന്മാരുടെ സാന്നിധ്യം വന്നത്. അങ്ങനെയാണ് എനിക്ക് ഈ പേര് കേട്ട് പരിചയം ഉണ്ടായുള്ളൂ. പിന്നെ പഠിക്കാനൊക്കെ ആയിട്ട് പുറത്തു പോയപ്പോൾ ആ വിശുദ്ധന്റെ ദേവാലയം സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ദൈവം അനുഗ്രഹം നൽകി. ഈ വിശുദ്ധന്റെ ജീവിതം നമ്മളൊന്ന് ധ്യാനിക്കുന്നതല്ലതാ. സഭ ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ഇനി ഈ വിശുദ്ധന്റെ പിന്നാലെ ഒത്തിരി പേര് സഞ്ചരിച്ച് വിശുദ്ധരായവരുണ്ട്. എന്താണ് ഈ വിശുദ്ധന്റെ പ്രത്യേകത? നമുക്കറിയാം, 1581 വിൻസെന്റ് ഡി പോൾ ഫ്രാൻസിൽ ജനിച്ചു എന്ന്. ഇദ്ദേഹത്തിനെ കാരുണ്യത്തിന്റെ മധ്യസ്ഥൻ എന്നാ പറയുന്നത്. കാരുണ്യത്തിന്റെ മധ്യസ്ഥൻ കാരണമുണ്ട്. അദ്ദേഹം 1600 പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം ഒരു കുമ്പസാരത്തില് അദ്ദേഹത്തിന് ലഭിച്ച ഒരു വെളിപാടാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത്. ഒന്ന് ഓർത്തോക്കിയേ, നമ്മൾ കുമ്പസാരിക്കും, ചിലപ്പോൾ ആ കൂട്ടിലിരിക്കുന്ന അച്ഛനും ശുദ്ധീകരണം പ്രാപിക്കും. അങ്ങനെ വിൻസെന്റ് ഡി പോളിന് ആ ഒരു വലിയ കൃപ ലഭിക്കുക. അദ്ദേഹം പിന്നീട് പ്ലാഗ് ബാധിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, അടിച്ചമർത്തപ്പെട്ടു വേണ്ടി പ്രവർത്തിച്ചു, അനാഥർക്ക് ഭവനം നൽകി, വൃദ്ധർക്കും അനാഥർക്കും അംഗഹീനർക്കും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അതുപോലെ യാചകരെ പുനർവസിച്ചു. അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം നൽകുന്ന ഒരു ഉപദേശമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? ശാന്തമായിരിക്കുക, ശാന്തത തന്നെയായ നമ്മുടെ കർത്താവിന് നൽകാവുന്ന ഏറ്റവും വലിയ ബഹുമാനമായിരിക്കും അത് എന്ന്. ഇത്രയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഭക്തിയോടെ വർത്തിക്കുവാനായിട്ട് സാധിച്ചുവെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, മുഖസ്തുതി സമ്പാദിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ ഭേദം കൈകാലുകൾ ബന്ധിച്ച് ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് എറിയപ്പെടുന്നതാണ്. നമ്മൾ പലപ്പോഴും ഒരു നല്ല വാക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ സന്തോഷം തോന്നും, മുഖത്ത് ചിരിയും വരും.
പക്ഷേ അദ്ദേഹം പറയുന്നത് നോക്കിയേ, മുഖസ്തുതി സമ്പാദിക്കുന്ന ഞാൻ പ്രവർത്തിക്കുന്നേക്കാൾ ഭേദം കൈകാലുകൾ ബന്ധിച്ച് ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് എറിയപ്പെടുന്നതാണ്. അദ്ദേഹം അതിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. മുഖസ്തുതിക്കൊന്നും അദ്ദേഹം നിന്നില്ല, ചെയ്യാവുന്ന നന്മ അദ്ദേഹം ചെയ്യുകയായിരുന്നു എന്ന്. 1660 സെപ്റ്റംബർ 27 അദ്ദേഹം മരിച്ചു. 1737 അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതെ, 1835 ഫ്രഞ്ച് പണ്ഡിതൻ വാഴ്ത്തപ്പെട്ടവനായ ഫ്രെഡറിക് ഓസാനം വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ പ്രചോദനം കണ്ട് വിശുദ്ധന്റെ നാമത്തിൽ പാവങ്ങളെ ആശ്വാസത്തിന് പ്രവർത്തിക്കുന്ന വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി എന്ന സംഘം അല്ലെങ്കിൽ സംഘടന രൂപീകരിക്കുകയുണ്ടായി. നമ്മുടെ ഇടവകയിലുണ്ട് വിൻസെന്റ് ഡി പോൾ സംഘടന. അധികം ആളുകളൊന്നുമില്ല. ഇനി ഈ പ്രസ്ഥാനം തുടക്കം വെച്ച് നൽകിയത്, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് തുടക്കം നൽകിയത് നമുക്കറിയാം, ഫ്രെഡറിക് ഓസാനം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മിലാനിൽ 1813 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നു. നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഒരു വ്യക്തി, അതുപോലെ നല്ലൊരു സാഹിത്യകാരൻ. അദ്ദേഹത്തിന്റെ സാഹിത്യ കൃതികളിലൂടെ അദ്ദേഹം പ്രഘോഷിച്ചത് ഇങ്ങനെയാണ്: സഭയുടെയും ഫ്രാൻസിന്റെയും ദുരിതത്തിന് കാരണം സാൻമാർഗിക നിലവാരത്തിന്റെ പതനവും സാമൂഹ്യമായ അച്ചടക്ക രാഹിത്യമാണെന്ന് അദ്ദേഹം തുറന്ന് എഴുതുകയുണ്ടായി. അനേകരെ പ്രബോധനങ്ങളിലൂടെ പഠിപ്പിക്കുകയുണ്ടായി. 1833 അദ്ദേഹം ഒരു സംഘം രൂപീകരിക്കുന്നത്. ചരിത്ര കോൺഫറൻസ് എന്നാണ് ആ ഒരു കൂട്ടായ്മയുടെ ആദ്യത്തെ പേരുണ്ടായത്. പിന്നീട് നമുക്ക് പാവങ്ങളുടെ പക്കലേക്ക് പോകാമെന്ന് ഉള്ള ആശയത്തോടെ ഉഭവിയുടെ കോൺഫറൻസ് ആയിട്ട് മാറുകയാണ്. പിൽക്കാലത്ത് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ആയിട്ട് ഈ സംഘടന മാറുകയാണ്. ഇന്ന് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി അനേക മക്കൾക്ക് അത്താണിയാകുന്ന സംഘടനയാണ് അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാം. സുവിശേഷ സന്ദേശം ഉപവി പ്രവർത്തനത്തിലൂടെ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ സംഘടന നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഫ്രെഡറിക് ഓസാനം എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരനായിരുന്നില്ല. നിയമജ്ഞൻ, രാഷ്ട്രതന്ത്രജ്ഞൻ, ജനാധിപത്യവാദി, വാഗ്മീകി, സാഹിത്യകാരൻ, പ്രൊഫസർ, വിൻസെൻഷ്യൻ സഹോദരൻ, പാവങ്ങളുടെ സേവകന്, അതുപോലെ തന്നെ നല്ലൊരു ഭർത്താവും നല്ലൊരു അപ്പനും ഒക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന മാതാപിതാക്കളെ പോലെ ജീവിച്ചവൻ പിന്നീട് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയരുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ വിൻസെന്റ് ഡി പോളിനെ മാതൃകയാക്കി ജീവിച്ച ഒരു വ്യക്തി നമുക്കറിയാം. കഴിഞ്ഞ ജൂലൈ 4 സെപ്റ്റംബർ 7 ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ലിയോ 14 മാർപ്പാപ്പ, ഇപ്പോഴത്തെ മാർപ്പാപ്പ, അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് ഉയർത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം, വിശുദ്ധ ജിയോർജിയോ പ്രൊവസി. അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് 1901 ഇറ്റലിയിലെ ജനനം. അതിനുശേഷം അദ്ദേഹം ഈ വിൻസെന്റ് ഡി പോളിന്റെ ജീവിത മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുകയായിരുന്നു. 1918 വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയിൽ ചേർന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും പിന്നീട് അദ്ദേഹം ഒരു മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്താണ് ആ സമയത്ത് ഈ സംഘടനയിൽ കൂടുതൽ ആക്റ്റീവായതും പാവങ്ങളെ സഹായിച്ചുകൊണ്ടും അനുദിന വിശുദ്ധ ബലിയിലൂടെ നോക്കുക. വിശുദ്ധ ജിയോർജിയോ പ്രൊഫസി വിശുദ്ധ വിൻസെന്റ് ഡി പോളിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചത് എങ്ങനെയാ? അനുദിന വിശുദ്ധ ബലിയും പാവങ്ങളെ സഹായിക്കലും. അത് ജീവിച്ചത് വഴി അദ്ദേഹം 1925 നേരത്തെ അദ്ദേഹത്തെ ഈശോ വിളിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. പോളിയോ രോഗം ബാധിച്ച് അവസാനം ജൂലൈ 4 24 വയസ്സില് അദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അതേ വിൻസെന്റ് ഡി പോളിന്റെ ജീവിതം അത് ഒരു പാഠപുസ്തകമാക്കിയ ഒരു വ്യക്തി പിന്നീട് വിശുദ്ധനായി തീരുകയാണ്. 2025 ഈ വർഷം സെപ്റ്റംബർ 7 ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് ഉയർത്തുകയാണ്. വിൻസെന്റ് ഡി പോളിന്റെ മാർഗം പിന്തുടർന്നവൻ വിശുദ്ധനായി തീർന്നു എന്ന് പറയുക. അതെ, എന്റെ ഏറ്റവും ചെറിയ ഇളയ സഹോദരന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ഈശോയുടെ ആ വലിയ സ്വരം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നും സഭയിൽ പ്രവർത്തിക്കുന്ന സഭാ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ വിൻസെന്റ് ഡി പോൾ സംഘടന എന്ന്. പാവങ്ങളുടെ അടുത്തേക്ക് നമുക്ക് പോകാമെന്ന വിൻസെന്റ് ഡി പോളിന്റെ ആ വലിയ സ്വരം ഇന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പാവങ്ങളുടെ പക്കലേക്ക് ഓടി നടക്കുന്ന ഈ സംഘടനാ മക്കള് ഇന്ന് സഭയ്ക്ക് ഒരു സാക്ഷ്യമല്ലേ. കാരുണ്യ പ്രവൃത്തിയിലൂടെ
ദൈവത്തെ പ്രാപിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇടവകയിലുമുണ്ട് ഒരു വിൻസെന്റ് ഡി പോൾ കൂട്ടായ്മ, നമ്മുടെ രൂപതയിലുണ്ട് വിൻസെന്റ് ഡി പോൾ സംഘടന. അതെ, ഈ സംഘടന വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് മാത്രം ജീവിക്കേണ്ടവരല്ല, മറിച്ച് അപരന്റെ ആവശ്യങ്ങൾ ഇടപെടുന്ന ഒരു സംഘടനയാണ് എന്ന് നമുക്കറിയാം. ആ വലിയ ശക്തി നമ്മുടെ ഇടവകയിലെ ഓരോ വിൻസെന്റ് ഡി പോൾ സംഘടനയിലെ ഓരോ വ്യക്തികൾക്ക് കൂടുതൽ ശക്തമായി ലഭിക്കട്ടെ. അപരന്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അപരന്റെ ആവശ്യങ്ങളിൽ അനുഗ്രഹമായി തീരുവാൻ ഈ സംഘടനയിലെ ഓരോ വ്യക്തികൾക്കും സാധിക്കട്ടെ. ഈശോ കാരുണ്യം കാണിച്ചതുപോലെ പിശാച് ബാധിതയായ ആ മകളോട് കാരുണ്യം കാണിച്ചതുപോലെ ഈ സംഘടനയിലെ ഓരോ വ്യക്തികളും കാരുണ്യത്തിന്റെ പാവങ്ങളുടെ അത്താണിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവരെ ആശംസകൾ നേരാം. അതോടൊപ്പം തന്നെ അനേകം മക്കൾക്ക് ഇവരൊരു അത്താണിയാണ്. പലപ്പോഴും ഇടവകയിലെ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ വികാരിമാർക്ക്, ആശ്രമത്തിലെ സന്യസ്തർക്കൊന്നും ചിലപ്പോൾ ഇടവകയുടെ ഓരോ മക്കളുടെ ആവശ്യങ്ങൾ അറിയണമെന്നില്ല. ഇതൊരു വലിയ പ്രേക്ഷിത ദൗത്യമാണ്. ഓരോ വ്യക്തികളെ അറിയുവാൻ, വ്യക്തിബന്ധങ്ങളെ സൂക്ഷിക്കുവാൻ ഈ സംഘടനയ്ക്ക് സാധിക്കട്ടെ. വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇന്ന് നമുക്കറിയാത്ത വേദനിക്കുന്ന അനേകം മനസ്സുകളുണ്ട്. നമ്മോടൊന്നും പറയാതെ വേദനിക്കുന്ന അനേകം മനസ്സുകളുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ആ മനസ്സുകളുടെ അടുത്തേക്ക് ഒന്ന് അടുക്കാം. ആ മനസ്സുകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഈ കാഴ്ച സമർപ്പണം നടത്തിയപ്പോൾ ഇവര് ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ആ വ്യക്തികളുടെ പേരൊക്കെ ഒന്ന് എഴുതി തായോ. അവരെ സഹായിച്ചാൽ മാത്രം പോരാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വ്യക്തികളെയാണ് ഇന്ന് അൾത്താരയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെയും ഈ സംഘടനയിലൂടെ ദൈവത്തെ കണ്ടുമുട്ടുന്ന വ്യക്തികളെയും നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധ ബലിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് കാരുണ്യത്തിന്റെ വക്താക്കളാകാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നതാ, നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ മുഖമുണ്ടാകണമെന്ന ആ വലിയ മൂല്യം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾക്ക് ഒപ്പം. കർത്താവായ ദൈവമേ, വിശുദ്ധ വിൻസെന്റ് ഡി പോളിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഏറെ പ്രത്യേകമായി അപരന്റെ ആവശ്യങ്ങളിൽ അനുഗ്രഹമാകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഈ ലോകത്തിന് മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, കാരുണ്യത്തിന്റെ മുഖം ഞങ്ങളിലും അതോടൊപ്പം തന്നെ സഹോദരങ്ങളിലും ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വിൻസെന്റ് ഡി പോളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ധനവാനും ലാസറും എന്ന ഉപമയിലൂടെ ലാസറിനെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യമെന്ന് തിരിച്ചറിയുവാനും അന്തിമ വിധി നാളിൽ യേശുനാഥൻ സ്വർഗത്തിലേക്കുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകിയവരെയും മറ്റാവശ്യങ്ങളിൽ ഉള്ള തുറന്ന് സഹായിച്ചവരെയുമായിരിക്കുമെന്ന് മനസ്സിലാക്കി വിശുദ്ധ മദർ തെരേസയെ പോലെ മറ്റുള്ളവരിൽ ക്രിസ്തുവിൻ്റെ മുഖം കണ്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ എല്ലാ വിൻസെന്റ് ഇപ്പോൾ പ്രവർത്തകർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദിനരാത്രങ്ങൾ ചെലവഴിച്ച വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധരുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെല്ലാവരും വിശുദ്ധിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ വളരാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ബലിയല്ല, കരുണയാണ് എനിക്ക് വേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിച്ച യേശുനാഥ, അങ്ങേ വാക്കുകൾ പിഞ്ചെന്ന് ഞങ്ങളുടെ പരസ്നേഹ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ത്യാഗത്തോടും കരുണയോടും കൂടി സംഭാവനകൾ നൽകി വിൻസെന്റ് പോൾ സംഘടനയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും, സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും, സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹ ബഹുമാന്യ വികാരി അച്ഛനെയും, ഈ 2 മാസക്കാലം ഞങ്ങളുടെ സംഘടനയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകി ഞങ്ങളോടൊപ്പമായിരുന്ന ജെറിൻ അച്ഛനെയും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും
സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലേയോ 14 പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ ശ്രേഷ്ഠ മെത്രാപോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തയെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും എല്ലാ വൈദികരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കരുണയുടെ പ്രതിരൂപമായിരുന്ന വിശുദ്ധ വിൻസെന്റ് പോളിനെ അനുകരിച്ചുകൊണ്ട് ധാരാളം യുവതീ യുവാക്കൾ സംഘടനയിൽ അംഗങ്ങളാകുവാനും പരസ്നേഹ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തീരുവാനും അവർ ഉത്തമ ക്രൈസ്തവ വിശ്വാസ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും ഇടവരുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്നെ അനുകരിച്ച വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ അനുസ്മരിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ മരണത്തിൽ നിനക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്ത സ്വർഗവാംഗത്തിൽ സകല വിശുദ്ധടുമൊത്തും നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈ ജീവിതം കാഴ്ചയായി നൽകാം, യേശുവിൻ കൈകളിൽ നൽകാം. ഈ ജീവിതം കാഴ്ചയായി നൽകാം, യേശുവിൻ കൈകളിൽ നൽകാം. ജീവന്റെ ജീവനായി കരുതിയതെല്ലാം ജീവനു തുല്യം സ്നേഹിച്ചതെല്ലാം സ്നേഹസമ്മാനമായി നൽകാം. ഒരു സ്നേഹസമ്മാനമായി നൽകാം. താതനും അതുപോലാത്മജനം ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൽ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിനും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപോളിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിസ്സൈഡ് സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിസ്സൈഡ് കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാകുകയും ചെയ്യട്ടെ. ആമേൻ. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേലെ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിലാകുന്ന ദിവ്യരക്ഷ ശുശ്രൂഷകരാകുവാൻ എളിവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളങ്ങ് കാരണത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിസ്സൈഡ് സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ.
ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാണതു യുക്തവുമാണതു പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവ്വേശ്വരങ്ങളുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികൾ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവ്യന്മാരോടും ശ്രപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന. ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രൈപത്രം ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരുമാകലരുമായ ദാസർ അവിടെ
അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്തു കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീജങ്ങളെ പങ്കുകാരാക്കുവാൻ നിങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് ബുദ്ധിച്ചുപോയി ഞങ്ങൾ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ ലിയോ 14 മണപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ തിരുപതിധ്യക്ഷനായ മറാൻഡ്രസ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവ് ഉപധ്യക്ഷനുമായ ഒളി മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ ശംശാനന്മാർ സമർപ്പിതരാത്മായ പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിമാം നിവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ക്ലേശത്തിനും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശവരും കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പിതാവായ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലം വിശുദ്ധമായ ബലിപീഠത്തിൽ അങ്ങയുടെ അപേക്ഷിക്കുന്നതിന്റെ തിരിച്ചെഴുതുകൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമെന്ന് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ അങ്ങ് അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധമാമുദീസായുടെ സജീവവും ജീവിതാടത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടി നിർമ്മലയും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാദരക്ഷകനുമായ ഈശോയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭക്തിയും പരിശുദ്ധവും ജീവിതമായ ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ.
നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉറപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയാരക്ഷാ പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടെ ഞങ്ങൾക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പീഠത്തെയും തിരുശരീരത്തെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദർവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. കർത്താവിശംസിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ഇതാ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല. പ്രത്യത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഹൃദയത്തിലേക്കുന്നു പ്രീതിരങ്ങൂ തിരുവോസ്തിരൂപനാനാ മനതാരിലുണർവിന്റെ നാളമാകൂ തിരുബലിയായി തീർന്ന നാഥാ. ഹൃദയത്തിലേക്കുന്നു പ്രീതിരങ്ങൂ ഉള്ളിനുള്ളിൽ നിത്യം വാഴാൻ വാവാ വാവാ എന്റെ ഈശോനാഥ വാവാ ഉള്ളിനുള്ളിൽ നിത്യം വാഴാൻ വാവാ. നമ്മുടെ കർത്താവിശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അന്നതാപം നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളെന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ വെറുപ്പിനും ആത്മാവിനെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി.
കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതമായ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരും സ്തുതിക്കുവാൻ ഞങ്ങളെ ദിനങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ ഞങ്ങളുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നതയുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെയും പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വ നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണ്. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകോക പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലടുത്തേക്ക് ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കട്ടെ. കൃപാവരം അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിൽ വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. തിരുശരീരം രക്തവും കടങ്ങൾ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ
നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെയും ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറെ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദ്യരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഏതാനും ചില അറിയിപ്പുകൾ. കഴിഞ്ഞ ആഴ്ചകളെ സ്വസ്ഥ ആഴ്ച. ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയതും പള്ളി ക്ലീനിങ്, വായനകൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയാണ്. ആ സംഘടനയുള്ളവർക്കും അതിലെ പ്രവർത്തകർക്കും നന്ദിയും തിരുനാളിന്റെ മംഗളങ്ങളും നേരുന്നു. നമുക്കൊന്ന് കൈകളടിച്ച് അവരോട് തിരുനാളിന്റെ മംഗളങ്ങൾ അറിയിക്കാം. നമ്മൾ പടക്കൊന്നും പൊട്ടിച്ചില്ലെങ്കിലും ഒരു കയ്യടി ഉണ്ടായിക്കോട്ടെ. തീർച്ചയായിട്ടും ഞാൻ വിൻസെന്റ് ഡി പോൾ സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുകയായിരുന്നു. അവർ ഈ രോഗികളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് കുമ്പസാരവും കുർബാനയൊക്കെ നൽകുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഈ സംഘടന വഴി അനേകം മക്കൾക്ക് കാഴ്ച ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണൊന്നും പിന്നെ ആവശ്യമില്ലല്ലോ. അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനായിട്ടൊക്കെ ഈ സംഘടന വഴി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അനേകർക്ക് മരുന്നും സഹായവുമായിട്ടൊക്കെ അവരെത്തുന്നു എന്നുള്ളതിൽ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനിയും അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ മീറ്റിങ്ങിലാണ് ഇതെല്ലാം ഞാൻ അറിയാനായിട്ട് ഇടയായത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ സപ്പോർട്ട് ഈ നമ്മുടെ ഇടവകയുണ്ടാകും, ഒപ്പം പ്രാർത്ഥനയും ഉണ്ടാകും. അടുത്ത ഞായറാഴ്ച സെന്റ് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ശനിയാഴ്ച പള്ളി ക്ലീനിങ്, വായനകൾ, കറോസുസ എന്നിവ നടത്തേണ്ടത് സെന്റ് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ആണെന്ന് അറിയിക്കുന്നു. ഈ കുർബാനയ്ക്ക് ശേഷം ലിറ്റിൽ ഫ്ലവർ യൂണിറ്റിന്റെ ഉൽപ്പന്ന ലേലം നടത്തപ്പെടുന്നു. എല്ലാവരും സഹകരിക്കാം. ചൊവ്വാഴ്ച തിരുക്കർമ്മങ്ങൾക്ക് ഇതുവരെയും നിയോഗങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. ശനിയാഴ്ച തിരുക്കർമ്മങ്ങൾ കുന്നത്ത് പറമ്പിൽ ജിൽസൺ ആഗ്ന, നവീൻ ജോൺസൺ കുന്നത്ത് പറമ്പിൽ, ജോൺസൺ കുടിയിരിക്കൽ കരോട്ടുകര, എസക്കിയേൽ ഷിൻഡോ കിഴക്കിണത്ത്. ഇന്നാണ് രൂപത തല ലോഗോസ് ക്യൂസ് പരീക്ഷ. പേര് കൊടുത്തിരിക്കുന്ന എല്ലാവരും തന്നെ നന്നായി ഒരുങ്ങി ഉച്ചയ്ക്ക് 1:30 പള്ളിയിൽ എത്തിച്ചേരുന്ന ഹാൾ ടിക്കറ്റ് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഇന്നലെ പലരെയും ഓരോ കാര്യത്തിന് വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ ലോഗോസ് ക്യൂസിന് പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. എന്തായാലും ഇന്ന് ആ ഒരു ദിവസമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. മതബോധന അർദ്ധവാർഷിക പരീക്ഷകൾ അടുത്ത ഞായറാഴ്ച ആരംഭിക്കും. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അടുത്ത ഞായറാഴ്ചയും, ഒക്ടോബർ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒക്ടോബർ 12ാം തീയതി ഞായറാഴ്ചയുമാണ്. അടുത്ത വെള്ളിയാഴ്ച മാസാദി വെള്ളിയാഴ്ചയാണ്. വൈകിട്ട് 5 മണിക്ക് കുമ്പസാരം, 5:30 വിശുദ്ധ കുർബാന, തുടർന്ന് ആരാധന. രാവിലെ 9 മണി മുതൽ വീടുകളിൽ രോഗികൾക്ക് കുമ്പസാരിപ്പിച്ച് കുർബാന നൽകുന്നതുകൊണ്ട് പേരുകൾ നൽകുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. ഒക്ടോബർ മാസം ജപമാല മാസമാണെന്ന് അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച അതിനെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ ധ്യാനിച്ചതാണ്. 1-ാം തീയതി മുതൽ ഇടവകയുടെ വിവിധ സ്ഥലങ്ങളിൽ വൈകിട്ട് ജപമാല നടത്തപ്പെടുന്നു.
ആലത്തൂർ കപ്പേളയിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സെന്റ് ജോസഫ് യൂണിറ്റ്, സെന്റ് തെരേസ യൂണിറ്റുകളിൽ നിന്നും സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കുക. പള്ളിയുടെ മുൻവശത്തുള്ള ഗ്രോട്ടോയിൽ CLCയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 7 മണിക്ക് പള്ളിയുടെ തൊട്ടടുത്തുള്ള യൂണിറ്റുള്ള എല്ലാവരും ജപമാലയിൽ പങ്കെടുക്കാം. റേഷൻ കാർഡ് സമീപത്തുള്ള സമുദായ കെട്ടിടത്തിൽ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ വൈകിട്ട് 7 മണിക്ക് ജപമാല നടത്തപ്പെടുന്നു. 6, 7, 8, 9 യൂണിറ്റുകളിലുള്ളവർ സഹകരിക്കാം. അടുത്ത ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം കുടുംബസമ്മേളന കേന്ദ്ര സമിതി മീറ്റിംഗ് ഉണ്ടായിരിക്കും. അൾത്താര സംഘത്തിൽ ചേരാനായി സാധിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന അൾത്താര സംഘത്തിന്റെ ഒരു വിനോദയാത്ര ഈ വരുന്ന ചൊവ്വാഴ്ച രാത്രി 9 മണിക്ക് പോയി അവർ വ്യാഴാഴ്ച രാത്രി തിരിച്ചു വരുന്നു. ഇനി നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ വികാരിച്ച നാളെ തിരിച്ചെത്തും. ആ വലിയ സന്തോഷത്തിലാണ് നിങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ഏൽപ്പിച്ച വ്യക്തി തിരിച്ചു വരുമ്പോൾ ഞാൻ എന്ന വ്യക്തിത്വം ഇവിടെ നിന്ന് മാറണം. അത് സ്വാഭാവികം, അത് സംഭവിക്കും. അപ്പോൾ അതിനു മുമ്പ് ആത്മാർത്ഥമായിട്ടൊരു നന്ദി, തീർച്ചയായിട്ടും നന്ദി പ്രസംഗമല്ല, ചുരുങ്ങിയ വാക്ക്, എന്നാൽ ഹൃദയത്തിൽ നിന്ന് ഒറ്റ കാര്യം. ചേർന്ന് നിന്നവരുണ്ട്, ആ ചേർത്ത് പിടിച്ച കരങ്ങളോട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ നേരുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം, ഇടവക നല്ലൊരു ഇടവകയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമുള്ള ദേവാലയമാണ്. അതുകൊണ്ടാണ് കൂടുതൽ സമയം ഇവിടെ ഞാൻ ആയിരുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ വിശുദ്ധ കുരിശിന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരത്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിത്യ സൗഭാഗ്യത്തിൽ എത്തിയവരുമായി യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നിസ്തുല ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയായി നാഥൻ തന്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവം സകലേശൻ കൃപയും ശക്തിയും മരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ, ഭൂവിൽ നിങ്ങൾക്കെന്നാലും നൽവരദാനം നൽകിയിടും. സംരക്ഷണവും ചിരകാലം ജീവനെഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. വിൻസെന്റ് പോളിന്റെ നൊവേനയാണ്. അതിനു മുൻപ് ഒരു വാക്ക്, ഒക്ടോബർ മാസമാണ്, ഞാൻ സൂചിപ്പിച്ചിരുന്നു. CLC മക്കൾ ഇവിടെ ജപമാല നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഭവനത്തിലെ ജപമാല ഒരിക്കലും മുടങ്ങിപ്പോകരുത്. അതോടൊപ്പം തന്നെ കുടുംബ യൂണിറ്റിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ആ കുടുംബ യൂണിറ്റിൽ പരിശുദ്ധ അമ്മയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു വലിയ
സന്തോഷവും ആശ്വാസമൊക്കെ ലഭിക്കും. തുടർന്ന് കപ്പേളയിലൊക്കെ പ്രാർത്ഥന, തുടർന്ന് ആഘോഷമായ ജപമാല ദേവാലയത്തിലുണ്ടാകും. അപ്പോൾ ജപമാല മാസത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമെങ്കിൽ ദാസൻ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തുള്ള പ്രത്യാശ നിങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്താൽ ഞങ്ങളെ വളർത്തണമേ. എല്ലാവരിലും ദൈവത്തെ ദർശിക്കുവാനും പാവപ്പെട്ടവർക്കും പീഡിതർക്കും സ്നേഹപൂർവ്വം സേവനം ചെയ്യാനുള്ള ക്രിസ്തീയ ചൈതന്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ എളിയ സഹോദരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അരുളി ചെയ്തുകൊണ്ട് നിസാരമായ സേവനത്തിന് പോലും സ്വർഗഭാഗ്യം വാഗ്ദാനം ചെയ്ത കർത്താവേ, ദാരിദ്ര്യ ദുഃഖത്താൽ അലയുന്നവരെ സഹോദരങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള സന്മനസ്സും ത്യാഗബുദ്ധിയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അടിമകളെ അനാദരയും സന്തോഷപൂർവ്വം പരിപാലിക്കുകയും തീവ്രമായ പ്രാർത്ഥനയും സ്നേഹമേറിയ സേവനങ്ങൾ വഴി ക്രിസ്തീയ ജീവൻ നയിക്കാനുള്ള മാതൃക ലോകത്തിന് നൽകണം ചെയ്ത വിശുദ്ധ വിൻസെന്റ് അനുകരിച്ച് ദിനരാത്രങ്ങൾ അധ്വാനിക്കുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വന്തം കഴിവിൽ വിശ്വസിക്കാതെ പിതാവായ ദൈവത്തിന് അനന്തപരിമാനിൽ ആശ്രയിക്കുവാനും അജ്ഞാനതവും വിനീതമായ സേവനം വഴി ജീവിതത്തെ ധന്യമാക്കാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ച മിശിഹ എല്ലാവരിലും വിശിഷ്യ രോഗികളിലും നിരാലംബരിലും അങ്ങേ ദർശിച്ച് അവർക്ക് സ്നേഹപൂർവ്വം സേവനം ചെയ്യാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിലും ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ സേവനം ചെയ്യുന്നതിലും ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങളെ കഴിവുള്ളവരാക്കണമേ. വിശ്വാസമില്ലാത്ത പ്രവൃത്തി നിർവീര്യമാണെന്ന് പഠിപ്പിച്ച അങ്ങ് ഞങ്ങളെ ജീവിത പ്രവൃത്തിയിൽ വിശ്വാസത്തിന്റെയും ശരണത്തിന്റെയും സ്നേഹത്തിന്റെയും ചൈതന്യം നിലനിൽക്കുകയും ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ വിൻസെന്റ് പോളിന്റെ മാധ്യസ്ഥവും നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും എപ്പോഴും നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ആനന്ദ തെളിനീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദ തെളിനീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹ